പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 29 വ്യാഴം. പ്രധാന വാർത്തകൾ. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. 20.17 റിയാലുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒമാനിലെത്താം. അവധിക്കാലവും ബലിപെരുന്നാളും ആഘോഷിക്കാൻ പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് പറക്കുമ്പോൾ കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള നിരക്ക് കുത്തനെ കുറച്ച് വിമാനക്കമ്പനികൾ. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതര ഇന്ത്യൻ സെക്ടറുകളിൽ നിന്നുൾപ്പെടെ ഒമാനിലേക്കുള്ള സർവീസുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് നിലവിൽ ഈടാക്കുന്നത്. ജൂൺ ആദ്യവാരത്തിലും കുറഞ്ഞ ചെലവിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. എന്നാൽ പിന്നീട് നിരക്ക് ക്രമേണ ഉയർന്നു തുടങ്ങും. സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസും മുതൽ ഒമാൻ എയർ വരെ കുറഞ്ഞ ടിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മസ്കത്തിലേക്ക് സലാം എയറിൽ വരുന്ന ദിവസങ്ങളിൽ 20.17 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. 5 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഇതിൽ അനുവദിക്കുക. എന്നാൽ 5 കിലോ ഹാൻഡ് ബാഗും 20 കിലോ ബാഗേജും ലഭിക്കുമ്പോൾ നിരക്ക് 30 റിയാലാകും. 30 കിലോ ബാഗേജിന് 34 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ 3.0 കിലോ ബാഗേജ് ഉൾപ്പെടെ 31.0 റിയാൽ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിൽ നിന്ന് 33 റിയാലും കണ്ണൂരിൽ നിന്ന് 37 റിയാലും തിരുവനന്തപുരത്ത് നിന്ന് 40 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. ഇൻഡിഗോയും സർവീസ് ഉള്ള സെക്ടറുകളിലും സമാന നിരക്കുകൾക്ക് ടിക്കറ്റ് ലഭിക്കും. ഒമാൻ എയർ നിരക്കിലും നേരിയ തുക മാത്രമാണ് അധികമുള്ളത്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുത്തൈബി വിലായത്തിൽ അൽഫലജ് റോഡ് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ഉദ്ഘാടനം ചെയ്തു. സിനാവ് മുതൽ മുത്തൈബി ഇന്റർസെക്ഷൻ വരെ നീളുന്ന 20 കിലോമീറ്റർ പാതയാണ് യാത്രയ്ക്കായി തുറന്നു നൽകിയത്. ഇരുഭാഗങ്ങളിലേക്കുമായുള്ള 2 വരി പാതയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചെറിയ വാതികളും ചാലുകളും ഒരുക്കിയിട്ടുണ്ട്. ദിശാസൂചനാ ചിഹ്നങ്ങൾ, സുരക്ഷാ ബാരിയറുകൾ, മറ്റു സൂചനാ അടയാളങ്ങൾ തുടങ്ങി ആവശ്യമായ എല്ലാം പുതിയ പാതയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പരീക്ഷകൾ നടക്കുന്ന സമയങ്ങളിലും അവധിക്കാലത്തും വൈദ്യുതിയോ ജലവിതരണമോ തടസ്സപ്പെടില്ലെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ. വൈദ്യുതി ജല സേവനങ്ങൾ വിച്ഛേദിക്കരുതെന്ന് കാണിച്ച് അധികൃതർ ബന്ധപ്പെട്ടവർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വൈകുന്നേരം 5-നും രാവിലെ 7-നും ഇടയിലും വാരാന്ത്യങ്ങളിലോ ഔദ്യോഗിക അവധി ദിവസങ്ങളിലോ അവയ്ക്കു മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസത്തിലോ വരിക്കാരുടെ വൈദ്യുതി സേവനങ്ങൾ വിച്ഛേദിക്കരുതെന്ന് PSR നിർദ്ദേശിച്ചു. കൂടാതെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അതോറിറ്റി അംഗീകരിച്ച ഷെഡ്യൂളുകൾക്കനുസൃതമായി പൊതുവിദ്യാഭ്യാസ ഡിപ്ലോമ പരീക്ഷാ കാലയളവിലും വൈദ്യുതി വിച്ഛേദിക്കാൻ പാടില്ലെന്ന് APSRO മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കി. ബലിപെരുന്നാൾ അവധി പ്രഖ്യാപനം കാത്ത് സ്വദേശികളും വിദേശികളും. അവധി ആഘോഷങ്ങൾക്കും യാത്രകൾക്കും നേരത്തെ ഒരുങ്ങുന്നതിന് ഒഴിവുദിനങ്ങൾ നേരത്തെ അറിയണം. പ്രവാസികളിൽ ചിലർ പെരുന്നാൾ ആഘോഷം ഇത്തവണ കുടുംബത്തോടൊപ്പം നാട്ടിൽ ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവധി പ്രഖ്യാപനം വരുന്നതോടെ ഇവരും നാടുകളിലേക്ക് തിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കും. അയൽ രാഷ്ട്രങ്ങളിൽ അടക്കം ഇതിനോടകം പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒമാനിലും സർക്കാർ സ്വകാര്യ സമാന രൂപത്തിൽ അവധി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വദേശികളും വിദേശികളുമായ തൊഴിലാളികൾ. ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ഊട്ടിയുറപ്പിച്ചും 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാൻ ഒമാനിൽ നിന്ന് മടങ്ങി. സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധങ്ങൾ വിപുലപ്പെടുത്തുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലും ഇരു നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറി. റോയൽ വിമാനത്താവളത്തിൽ പ്രസിഡന്റിന് പ്രതിനിധി സംഘത്തിനും പ്രതിരോധകാര്യം ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ബൗഷർ വിലായത്തിലെ അൽഖുവൈർ റോഡ് താൽക്കാലികമായി അടച്ചിടുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു.
ദോഹത്ത് അൽ അദബ് സ്ട്രീറ്റിനോട് ചേർന്ന് ദോഹത്ത് അൽ അദബ് റൗണ്ട് എബൌട്ടിലേക്കുള്ള പാത ഇന്നും നാളെയും ഭാഗികമായും മെയ് 31 പൂർണ്ണമായും അടച്ചിടും. റോയൽ ഒമാൻ പോലീസുമായി ചേർന്ന് പ്രദേശത്ത് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സൈറ്റിലും ഓൺലൈനിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഗതാഗത നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിന് ലബനനെ വീഴ്ത്തി ഒമാൻ. ബൗഷർ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ഒമാന്റെ വിജയം. ഉസാമ അൽ തൊബ്ഹിയാണ് ഒമാന് വേണ്ടി ഗോൾ നേടിയത്. ഇരുപാദങ്ങളിലുമായി മികച്ച പ്രകടനം പുറത്തെടുത്ത ടീം ആവേശം നിറഞ്ഞ മത്സരമാണ് പുറത്തെടുത്തത്. ആദ്യ മിനിറ്റ് മുതൽ മുന്നേറ്റം ശക്തമാക്കിയ ഒമാന് 4-ാം മിനിറ്റിൽ ഫലം കാണാനായി. ആദ്യ ഗോളിന് ശേഷം ഒമാനും തുടർച്ചയായി ലബനനും ഗോളിനായി ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാനായില്ല. രണ്ട് പകുതികളിലുമായി യുവതാരങ്ങളടക്കം കളത്തിലിറങ്ങുകയും ചെയ്തു. 20 കിലോയിലധികം മയക്കുമരുന്നുമായി 2 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്ത് ഗവർണറേറ്റിലെ ആമിറാത്ത് വിലായത്തിൽ നടന്ന പരിശോധനയിലാണ് ഈജിപ്ഷ്യൻ, സുഡാൻ പൗരന്മാരിൽ നിന്നായി ഡയറക്ടറേറ്റ് ജനറൽ ഫോർ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം വലിയ തോതിൽ മയക്കുമരുന്ന് കണ്ടെടുത്തത്. പ്രതികളുടെ കൈവശം ക്രിസ്റ്റൽ മത്ത്, ഫെറ്റാമൈൻ, ഹാഷിഷ് എന്നിവ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചു. ഇവർക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.
ഇന്റർ സ്കൂൾ ഡിബേറ്റ് മത്സരത്തിൽ ആതിഥേയരായ കുപ്ര ഇന്ത്യൻ സ്കൂൾ അംബാസഡർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന്റെ സഹകരണത്തോടെ കുപ്ര ഇന്ത്യൻ സ്കൂളായിരുന്നു മത്സരം സംഘടിപ്പിച്ചിരുന്നത്. ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ് മുഖ്യാതിഥിയായി. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ, ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡിന്റെ സീനിയർ പ്രിൻസിപ്പലും വിദ്യാഭ്യാസ ഉപദേഷ്ടാവുമായ MP ബിനോബ, കുപ്ര ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, വിശിഷ്ടാതിഥികൾ എന്നിവർ സംബന്ധിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.